പ്രൈസ് ലോർഡ് പ്രിയ ദൈവമക്കളെ, സ്നാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണിത്. സ്നാനപ്പെട്ടവർക്കും ഇനി സ്നാനപ്പെടാനുള്ളവർക്കും സ്നാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള സംശയങ്ങളെ കൂടുതൽ മാറ്റുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഏറ്റവും റാപ്ചറിനടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കാനാണ് കർത്താവ് നമ്മളോട് കൽപ്പിച്ചത്. കർത്താവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിച്ചു. ഇനി മറ്റുള്ളവരോടും ഇതിനെക്കുറിച്ച് പറയുവാൻ നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെടാനുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾ മുഴുവനായും കേൾക്കണമേ എന്ന് ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. കാരണം കുറച്ച് ആഴത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്നാണ്. എന്നാൽ വെള്ളത്തിൽ സ്നാനപ്പെട്ടതുകൊണ്ടല്ല രക്ഷ ലഭിക്കുന്നതെന്നുള്ള ഒരു പൂർണ്ണമായി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് രക്ഷയെക്കുറിച്ചും വിശ്വാസത്തിലൂടെ രക്ഷയെക്കുറിച്ചും ജലസ്നാനത്തിലൂടെയുള്ള അനുസരണത്തെക്കുറിച്ചുമാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രത്യേകിച്ച് ആർക്ക് ഈ ബാപ്റ്റിസം എടുക്കാൻ പറ്റും, എന്തിനാണ് ബാപ്റ്റിസം എടുക്കുന്നത്, എലാബറേറ്റ് ആയിട്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് ഈ സ്നാനത്തിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഒരു വ്യക്തി നമ്മളോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ സ്നാനപ്പെടേണ്ടത്. യേശുവിനെ നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സ്നാനപ്പെടേണ്ടത്. സ്നാനത്തെക്കുറിച്ച് ഒരു വയസ്സിൻ്റെ ഏജ് ഇവിടെ പറയുന്നില്ല. നമ്മൾ മുഴുവൻ ഹൃദയത്തോടെ കർത്താവിനെ വിശ്വസിച്ചാൽ നമുക്ക് സ്നാനം ഏത് വയസ്സിൽ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ, നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്നാനം സ്വീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവർ വിശ്വസിച്ചപ്പോൾ അവർ സ്നാനം സ്വീകരിച്ചു. സോ വിശ്വാസം, അതിൽ വയസ്സ്, നോട്ട് ഏജ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ദേ ബിലീവ്ഡ് ദേ വെർ ബാപ്റ്റൈസ്ഡ്. സോ ഇതിൻ്റെ അകത്ത് ഒരു വയസ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് തന്ന വെളിപ്പാടിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, 8 വയസ്സ് കഴിഞ്ഞ ഏത് കുഞ്ഞിനും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സ്നാനം കൊടുക്കുക. അതിനു മുമ്പും ഇത് എൻ്റെ ടൈമാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പറയുകയാണ് എനിക്കും ബാപ്റ്റിസം വേണം, എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കാം. പക്ഷേ 8 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാപ്റ്റിസം ക്ലാസ് കൊടുക്കാവുന്നതാണ്. അവർക്ക് അവരോട് സുവിശേഷം അറിയിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ജലസ്നാനത്തെക്കുറിച്ചാണ്. ജലസ്നാനം എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക് ഡിക്ലറേഷനാണ്. നമ്മുടെ അകത്തു വന്ന ആ വിശ്വാസത്തിൻ്റെ നിറവിനെ പുറത്ത് നമ്മൾ കാണിക്കുന്നതാണ്, നമ്മൾ എടുക്കുന്നതാണ്. കർത്താവിൻ്റെ കൽപ്പനയാണിത്, വെള്ളത്താൽ സ്നാനപ്പെടണമെന്ന്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റിച്വൽ, ഇറ്റ് ഈസ് ഒബീഡിയൻസ്. ഇതൊരു മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമ്മൾ അതിനെ അനുകരിക്കുകയല്ല. ഇത് 100% ദൈവവുമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ഡിക്ലറേഷൻ, നമ്മുടെ അനുസരണമാണ് നമ്മൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, വിശ്വസിക്കുക മാത്രമല്ല അത് നമ്മൾ പ്രവൃത്തിയിലും കാണിക്കണം. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അകത്തു വന്ന ആ ദൈവസ്നേഹം നമ്മൾ പുറത്തും അതിൻ്റെ ആക്ഷനിലേക്ക് നമ്മൾ വരേണ്ടതാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, ബാപ്റ്റിസം ഈസ് ജീസസ് കമാൻഡ്, നോട്ട് ഓപ്ഷണൽ ട്രഡീഷൻ. കാരണം 19 മുതലുള്ള വാക്യങ്ങളിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ ബാപ്റ്റിസത്തിൻ്റെ ഈ ഒരു മെസ്സേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലോക അവസാനത്തോളം. ദാറ്റ് മീൻസ് ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. അപ്പോൾ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണമെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ സകല ജാതികളെയും ശിഷ്യരാക്കണം. എന്നിട്ട് അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കണം.
ആ വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റിപ്പൻറ്റൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷമാണ് ബാപ്റ്റിസം. അതിന് 37-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:37 ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിൻ്റെ മെസ്സേജ് കേട്ടിട്ട് അവർ അപ്പോസ്തലന്മാരോടും പത്രോസിനോടും ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു മാനസാന്തരം ഉണ്ടാകണം. എന്നിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടത് പാപമോചനത്തിനായിട്ടാണ്. ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങൾ മോചനം ലഭിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒബീഡിയൻസ് ആയിട്ടുള്ള സ്നാനം നമ്മൾ ഏൽക്കണം. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യമാണ്. റോമാ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സോ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമുക്ക് രക്ഷ വിശ്വാസത്തിലൂടെ ലഭിച്ചു. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ കുഴിച്ചിടപ്പെടുകയാണ്. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ കുഴിച്ചിടാൻ പറ്റുകയുള്ളൂ. സോ രക്ഷയിലൂടെ നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു, പുതിയ ജീവനെ നമുക്ക് നൽകി. നമ്മൾ ഇനി ഈ ശരീരത്തെ കുഴിച്ചിടുന്നതാണ് സ്നാനം. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ സെയിം തന്നെ നാമും നമ്മൾ കഷ്ടം അനുഭവിച്ചിട്ടല്ല ഈ കുഴിച്ചിടുന്നത്, നമ്മൾ ഈ മരിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചതാണ് രക്ഷ. ഒരുവൻ നമുക്ക് മുന്നമേ പോയി നമ്മുടെ എല്ലാ മാനവരാശിയുടെയും പാപത്തിനായി മരിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും പാപത്തിൽ ജനിക്കുന്നു എന്ന് സങ്കീർത്തനം 51:5 പറയുന്നു. ആദമീയ പാപത്താൽ നമ്മളെല്ലാവരുടെയും ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടുപോയി. തിരിച്ച് നമ്മളെ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മളെ മടക്കി പൂർണ്ണമായി അതിനാണ് ഈ സ്നാനത്തെക്കുറിച്ച് ദൈവം നമ്മളോട് അറിയിക്കുന്നത്. ഈ സ്നാനത്തിലൂടെ നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ ഇനി നടക്കണം. കാരണം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സ്നാനത്തോടുകൂടി അവൻ്റെ മരണത്തോട് സാദൃശ്യമായി നമ്മളും അതിനോട് ചേർന്നു, ഡിക്ലെയർ ചെയ്തു, അവിടെ സംഭവിച്ചുവെങ്കിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നമ്മൾ ഏകീഭവിക്കും. താഴേക്ക് നിങ്ങൾ വായിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേലിനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നമ്മൾ ഓരോരുത്തരും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്നാനത്തെക്കുറിച്ച് നമുക്കിനി ഒരു പുതിയ ജീവൻ ദൈവം തരികയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മാറി പുതിയത് വരുന്നു. നമ്മളെ പുതിയതാക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യന് സാധിക്കുകയില്ല. പലരും അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും പോയി കർമ്മങ്ങളെ ചെയ്ത് പാപമോചനത്തിനു വേണ്ടി ഓടുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ മരിച്ചു. എന്നേക്കുമായി നമ്മൾ അവനിൽ വിശ്വസിക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ, ആ സ്നാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്കൊരു പുതിയ ജീവൻ ലഭിക്കുന്നു. നമ്മൾ അന്നു മുതൽ പഴയ നമ്മുടെ ജീവിതം ഫിനിഷ്. നിങ്ങൾക്കറിയാമോ,
ഏറ്റവും ആഴമുള്ള കടൽ മറിയാന കടലാണ്. ഇറ്റ്സ് എ ഡീപ്പസ്റ്റ് സീ ഇൻ ദ വേൾഡ്. ആ ഒരു കടലിൻ മീഖയുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് ഞങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുന്നു, ഒരിക്കലും പിന്നെ അവൻ കൊണ്ടുവരികയില്ല. നമ്മൾ അവനുമായിട്ടുള്ള ഒരു യൂണിയനാണ്. ആ യൂണിയനിലേക്ക് വരുമ്പോൾ, മക്കളായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കവിടെ ലഭിക്കുകയാണ്. നമ്മളെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. മുടിയനായ പുത്രനെ പോലെ നമ്മൾ മടങ്ങി സുബോധം വരുമ്പോൾ നമ്മൾ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുന്നതാണ് ഈ രക്ഷയെന്ന് മറന്നു പോകരുത്. ഏത് വയസ്സിലായെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുവെങ്കിൽ, ആ സ്നേഹം കൂടി നിങ്ങളെ വീശുന്നുവെങ്കിൽ, ആ പ്രാണപ്രിയനോടുള്ള പ്രേമം നിങ്ങൾക്ക് വർദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും കടന്നു വരാവുന്നതാണ്. ഇത് എല്ലാ മാനവരാശിക്കുമുള്ളതാണ് രക്ഷയെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല. മനുഷ്യൻ്റെ അവന് ജീവൻ കൊടുത്ത, പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ ഉള്ളത്തിൽ ജീവശ്വാസം ഊതിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. അവൻ ജീവനുള്ള ദേഹിയായി മാറി. അവനെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത് നമുക്കറിയാം. പിശാചിന് സമാധാനമില്ല. അവൻ പാമ്പിൻ്റെ രൂപത്തിൽ സ്ത്രീയെ കൊഞ്ചിക്കൊഴയാൻ വന്നു. അതിൽ വീണുപോയി. വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരോടും പറയണം, വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കുക. അലർന്ന സിംഹം പോലെ പിശാച് വരുമ്പോൾ ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആവശ്യമായിരിക്കുന്നത്. ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും. കാരണം രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും മാത്രമായില്ല, പരിശുദ്ധാത്മാ സ്നാനവും നമ്മൾ സ്വീകരിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ അതുതന്നെയാണ് പറഞ്ഞത്. ഞാൻ മാനസാന്തരത്തിനായിട്ടുള്ള സ്നാനമാണ് നിങ്ങൾക്ക് തരുന്നത്, പക്ഷേ എൻ്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് ജലത്താലും ആത്മാവിനാലും സ്നാനം തരും. ആത്മാവിൻ്റെ ഒരു സ്നാനമുണ്ട് അവിടെ. ഹല്ലേലൂയ. അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ജലസ്നാനം കൊണ്ട് നമ്മൾ മാത്രമായില്ല, ആ യേശു കർത്താവ് നമ്മളെ നയിക്കണമെങ്കിൽ അവൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മ സ്നാനം. അപ്പോഴാണ് നമുക്ക് റൈറ്റ് ട്രാക്കിലേക്ക് ആ വെളിച്ചത്തിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അതിന് നമ്മൾ വില കൊടുക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, 4 മുതലുള്ള വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഒരുവൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം നടന്നു കഴിയുമ്പോൾ, നിറവ് വന്നു കഴിയുമ്പോൾ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുക്കുന്ന ഒരു ഭാഷയുണ്ടാകും. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങിയെന്നാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും, ഓരോ കാര്യങ്ങളെക്കുറിച്ചും. 2:38-39 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് രക്ഷയെന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് സകല മനുഷ്യരുടെ ഉള്ളത്തിലിരിക്കുന്നത്. സഭാപ്രസംഗിയിൽ പറയുന്നു, ഒരുവൻ്റെ ഉള്ളത്തിൽ തന്നെയാണ് നിത്യജീവനെ വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ സകലതും മായയാണ്. നമ്മളായിരിക്കുന്ന എൻഡ് ടു എൻഡ് ടൈമിൽ നമ്മളായിരിക്കുമ്പോൾ സകലതും മായയാണ്. ഈ ഭൂമി തീക്കായി വെച്ചിരിക്കുന്നു. എനി ടൈം റാപ്ചർ സംഭവിക്കും. അതിനു മുമ്പ് നമ്മുടെ ഈ പഴയ മനുഷ്യനെ ഒന്ന് മരിപ്പിച്ച് ആ കർത്താവിലൂടെ നമുക്ക് തരുന്ന പുതിയ ജീവനെ നമ്മൾ സ്വീകരിച്ചിട്ട് ആത്മശക്തിയാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു നടപ്പുണ്ട്. ആത്മശക്തിയിൽ ജഡത്തെ ജയിക്കാൻ പറ്റും, പിശാചിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കറക്റ്റ് ചാനലിലൂടെ പോകുന്നവരുമായി നിങ്ങൾ കൂടി നടക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. കാരണം ലോകത്തിലേക്ക് അനേക വിശാലമായ വഴികളുണ്ട്. യഥാർത്ഥമായ വഴിയെന്ന് പറയുന്നത് ഇടുക്കുവാതിലാണ്. ഭൗതികങ്ങളെ പറയാത്തവർ, ഭൗതികമായ ചില പ്രവചനങ്ങൾ ചെയ്യാത്തവർ, അവരിലേക്ക് പുള്ളിയാത്തവർ, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ഓരോ മെസ്സേജും, ഓരോ പ്രവചനവും, ഓരോ വാക്കുകളും നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും കൂടുതൽ സമയം നമ്മളെ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടക്കുവാനും ലോകത്തിന് വെളിച്ചമാകുവാനും ഒപ്പാകുവാനും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതാണ് യഥാർത്ഥമായ ഒരു ശിഷ്യത്വം എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ബാപ്റ്റിസം ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. സോ വെള്ളത്താലുള്ള ബാപ്റ്റിസവും പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസവും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വെള്ളം, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസം. സോ വെള്ളത്തിൻ്റെ ബാപ്റ്റിസം, വെള്ളത്തിൽ നമ്മൾ ബാപ്റ്റിസം എടുക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ ആക്റ്റാണ്, നമ്മളുടെ ആക്ഷനാണ്, നമ്മൾക്ക് ലഭിച്ചതിൻ്റെ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ അതൊരു അകത്തുള്ളൊരു പവറാണ്. ഇറ്റ്സ് ഇൻറ്റേർണൽ പവർ. ബാപ്റ്റിസം ഓഫ് വാട്ടർ എക്സ്റ്റേണൽ, ഹോളി സ്പിരിറ്റിൻ്റെ പവർ ഇൻറ്റേർണൽ ബാപ്റ്റിസം. ഓക്കെ, സോ ഇത് രണ്ടും മനസ്സിലായല്ലോ. സോ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുമ്പം അതൊരു വിശ്വാസത്തിൻ്റെ ഒരു സിമ്പലാണ്. മറ്റേ ഒരു ആക്ഷനാണ്, ഒരു സിമ്പലാണ്. ഇനി മൂന്നാമത് പറയുന്നത് ഇതൊരു ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന ഒരു ഈവൻ്റാണ്, വൺ ടൈം ഈവൻ്റാണ്. ഒരിക്കലേ ഉള്ളൂ ബാപ്റ്റിസം വിശ്വസിച്ചതിന് ശേഷം. ഇതൊരു ഒബീഡിയൻസിൻ്റെ സ്റ്റെപ്പാണ്, നമ്മൾ വിശ്വസിച്ചതിൻ്റെ ഒരു കാൽവയ്പ്പാണ്. ഇനി ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് അതൊരു ഇൻറ്റേർണൽ പവറാണ്, നമ്മുടെ അകത്ത് വരുന്ന ഒരു ആത്മശക്തിയാണ്. കാരണം നമ്മുടെ ശരീരം പിന്നെ യഹോവയുടെ ആത്മ വസിക്കുന്ന മന്ദിരമായി മാറുകയാണ്. ഇന്ന് അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്, ബിൽഡിങ്ങിലല്ല. എല്ലാ ബിൽഡിങ്ങും ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവുകയാണ് ദൈവം. കാരണം അതുകൊണ്ടാണ് ആ ദേവാലയം പോലും തകർത്ത് കളഞ്ഞത്. ബിൽഡിങ്ങിലല്ല ദൈവം വസിക്കുന്നത്, കൈപ്പണി ആയതിലല്ല ദൈവം വസിക്കുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു പുതിയ ക്രിയേഷനായി മാറ്റണം ദൈവത്തിന്. ഇത് വിശ്വാസത്തിലൂടെയാണ് നടക്കുന്നത്. സോ രണ്ടാമത്തത് സ്പിരിച്വൽ എംപവർമെൻ്റ് ആണ്. നമുക്കൊരു പവർ ഉണ്ട്, പക്ഷെ എംപവർ ചെയ്താൽ, അതും സ്പിരിച്വലി എംപവർ ചെയ്താൽ പിന്നെ ജഡത്തിനെ മരിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് പിന്നീട് കണ്ടിന്യൂസ് ഫില്ലിംഗ് ആണ്, നിറഞ്ഞുകൊണ്ടേയിരിക്കും ആത്മശക്തി. ഇതൊരു എംപവറിങ് എക്സ്പീരിയൻസ് ആണ്. വിശ്വസിക്കുന്തോറും വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. ബിക്കോസ് അവനാണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്ത്. ആ ലോക സൃഷ്ടാവിൻ്റെ ആ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഈ മൺകൂടാരങ്ങളിൽ പകരുക എന്ന് പറഞ്ഞാൽ അമേസിങ് അല്ലേ? അമേസിങ്. അത് ലഭിച്ചവർ മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴാണ് ഏറ്റവും ദുഃഖം വരുന്നത്. നമ്മൾ യോഹന്നാൻ 10:10 പറയുന്നു, പിശാച് വന്നത് അറുപ്പാനും മുടിപ്പാനും തകർക്കാനുമാണ്. നമ്മുടെ ജഡം കൊണ്ട് അവൻ നമ്മളെ തകർക്കും, എന്നാൽ ആത്മാവ് കൊണ്ട് അതിന് ജയിക്കാനാണ് യേശു കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ജീവൻ അവനിലൂടെ ലഭിച്ചത്, പിതാവ് നമുക്ക് തന്നത്. ലൂക്കോസ് 11:13 പറയും, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഗോഡ് ഗീവ്സ് ദ ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. നമ്മൾ അവനോട് ചോദിക്കണം. എന്നു വരെയും സ്നാനം പെട്ടിട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കാത്തിരിക്കണം, അത് റിസീവ് ചെയ്യണം. ആ പ്രാകാരത്തിലിരുന്ന് അത് നിങ്ങൾ ചോദിക്കണം, കർത്താവേ, ആ അത്യന്ത ശക്തി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കുമുള്ള വാഗ്ദത്തമാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നത് പോലെ. അത് എന്നിൽ നിറയ്ക്കണമേ. നിന്റെ വേലയെ ചെയ്യുവാൻ, ഈ ജഡത്തെ ജയിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, നിന്റെ വഴിയെ പിന്തുടരുവാൻ എനിക്ക് ആ ആത്മശക്തിയാൽ ഇനി നിറയ്ക്കണമേ എന്ന് ഇന്നു മുതൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നിങ്ങളത് റിസീവ് ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇതിനൊരു ഫിക്സഡ് ഏജ് ഒന്നുമില്ല. എനി ടൈം നമുക്ക് ഇനി ആത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷവും സ്നാനമെടുക്കുന്നവരുണ്ട്,
എന്ന് വെച്ച് ആത്മാഭിഷേകം പ്രാപിച്ചു എന്ന് വെച്ച് സ്നാനപ്പെടേണ്ടെന്നല്ല. അങ്ങനെയും ബൈബിളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരനായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവിൽ ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സോ ബാപ്റ്റിസത്തിന് മുമ്പും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ പറ്റും. ഞാൻ ഈ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ അത് ശരിയല്ല, അത് അങ്ങനെയല്ല, ഇതാണ് കറക്റ്റ്, ഇങ്ങനൊരു കോളേജും ഇല്ല, ഇങ്ങനൊരു ബുക്കുമില്ല, ഇങ്ങനൊരു PhD ഇല്ല. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളിൽ നമ്മൾ സംസാരിക്കും. ചിലപ്പോൾ അതിന് മീനിങ് നമുക്ക് മനസ്സിലായെന്നിരിക്കത്തില്ല, പക്ഷെ നമ്മൾ ദൈവത്തോട് മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. അത് എങ്ങനെയുള്ള ശബ്ദവുമായിക്കോട്ടെ, നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ധൈര്യമായിട്ട് നിങ്ങളത് പറയുവാൻ തുടങ്ങുക. പലരും പറയും ഇത് ശരിയല്ല, അത് ശരിയല്ല. അങ്ങനെ ഒരു ക്ലാസ്സേ എടുക്കാനേ പാടില്ല. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. ഇത് ആത്മീയ കാര്യമാണ്. നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യും. നമ്മൾ ആ ലഭിച്ചതിന് വില കൊടുക്കുന്നു. ഒരു ശബ്ദമായിരിക്കാം, ചിലപ്പോൾ തെത്തേന്നായിരിക്കാം, പെപ്പെന്നായിരിക്കാം. ഹല്ലേലൂയ. ഇത് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ പറയും തോറും നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലാകും. സോ നെവർ ഗിവ് അപ്പ്. ഞാനൊരു കാര്യം അത് പറയാം. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഐ ബിലോങ് ടു ജീസസ്, ഞാൻ യേശുവിനോടൊപ്പമാണെന്നുള്ള നമ്മുടെ ഡിക്ലറേഷനാണ്. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിച്ചു എന്നാണ്. ഐ ആം എംപവേർഡ് ബൈ ഗാഡ്. ഹല്ലേലൂയ. സോ ജലസ്നാനത്തെക്കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ യേശു കർത്താവിനെ അറിഞ്ഞു, ഞാൻ അവനെ വിശ്വസിച്ചു, എന്നെ കഴുകി ശുദ്ധീകരിച്ചു, ഞാനിപ്പോൾ ഫ്രീ ആയി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മാറി പുതിയത് വന്നു. സോ ഇനി ഞാൻ എടുക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ജലസ്നാനം. അതോടുകൂടിയാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ഹല്ലേലൂയ. സോ ബൈബിൾ വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്, പാപം മാറി മാനസാന്തരപ്പെടുക, പിന്നെയാണ് നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമുള്ളൂ. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ജാതികളുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നത്. വിശ്വാസികൾ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ പ്രശ്നമുണ്ടാക്കുന്നതും വലിയ കോൺസിക്വൻസിലേക്ക് പോകുന്നു. അത് പള്ളിയിൽ അച്ഛനായിക്കോട്ടെ, കപ്പ്യാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ജാതികളായിക്കോട്ടെ, ഏത് വിശ്വാസത്തിലിരിക്കുന്നവരുമായിക്കോട്ടെ, ഈ സ്നാനം നമ്മളെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഒരു വഴിയാണ്. ഹീസ് എ ഡോർ, ജീസസ് ഇസ് ദ ഡോർ. ആ വഴിയിലൂടെ, ആ വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കടക്കണം. അതിനെക്കുറിച്ച് കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നു. സോ നമ്മുടെ പാപം മാറിക്കിട്ടി, നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ, നമ്മൾ വിശ്വസിച്ചപ്പോൾ, യേശു ആ നമ്മുടെ പാപങ്ങളെ കഴുകുന്ന, അല്ല ചൈൽഡ്ഹുഡിലെടുക്കുന്ന ബാപ്റ്റിസം അല്ല. അങ്ങനെയാണ് യേശു കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിന് ചെറുപ്പത്തിലെ സ്നാനപ്പെടാമായിരുന്നു. ഒള്ളി ഡെഡിക്കേഷനേ അവിടെ നടന്നിട്ടുള്ളൂ ചെറുപ്പത്തിൽ. എന്നാൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ആ കറക്റ്റ് സമയം വരെ ആ ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് കാണിച്ചു തന്നു. എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കും ഇനി അപ്പം 30-ാമത്തെ വയസ്സിലെടുത്താൽ പോരെയെന്ന്. അങ്ങനെയല്ല. അതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമുക്ക് ആർക്ക് വേണമെങ്കിലും, യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് ഈ ബാപ്റ്റിസം ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത് പിന്നീടാണ്, സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻ്റ് ആകുന്നത്. ഈ ഭൂമിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിയമത്തെ സ്ഥാപിക്കുന്നത് യേശു കർത്താവിലൂടെ. സോ പാപം മാറി നമ്മൾ മാനസാന്തരപ്പെട്ടു, പിന്നെയാണ് നമ്മൾ സ്നാനം സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് സ്നാനത്തിലൂടെയല്ല, നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. റോമാലേഖനം 6 എഴുതിയിരിക്കുന്നു, റോമാലേഖനം 10 എഴുതിയിരിക്കുന്നു,
സോ ഇപ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് അവൻ രക്ഷപ്രാപിക്കുക, അവൻ്റെ പുതിയ സൃഷ്ടിയാവുന്നത്, അവൻ റൈറ്റസ് ആകുന്നത്, അവനെ നീതീകരിക്കുന്നത്. റോമർ 10:9 വായ കൊണ്ട് ഏറ്റു പറയുകയും എന്താണ് പറയേണ്ടത്? ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇവിടെയാണ് രക്ഷിക്കപ്പെടുന്നത്. സോ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം. അപ്പോൾ ഹൃദയത്തിലാണ് ഒരു രൂപാന്തരം നടക്കുന്നത്. ഒരു പുതിയ ഹൃദയം നമുക്ക് തരികയാണ്. എന്നിട്ടത് വായി കൊണ്ട് നമ്മൾ രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുകയാണ്. നമ്മുടെ അകത്തേക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് നമ്മൾ പുറത്തേക്ക് ഡിക്ലെയർ ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞതിൽ പുറത്തേക്ക് പ്രസ്താവിക്കുന്നു. പിന്നെ നമ്മൾ അത് യേശു കർത്താവിൻ്റെ മരണത്തോട് നമ്മളും ഏകീഭവിക്കുകയാണ്. ആരാണ് ഈ ബാപ്റ്റിസം എടുക്കേണ്ടത്? യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സ്നാനപ്പെടാം. എപ്പോഴാണോ നമുക്ക് അവനോടുള്ള പ്രേമം വർദ്ധിക്കുന്നത്, അതിന് ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു, അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. എനിക്ക് നിത്യജീവൻ വേണമെന്നൊരു ഒരു കുട്ടി പറഞ്ഞാൽ അവർക്ക് ബാപ്റ്റിസം കൊടുത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1-5 പറയുന്നു, യു വിൽ ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബാപ്റ്റിസം ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെയും ജഡത്തെയും പിശാചിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനായി നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു ശക്തി ആവശ്യമാണ്. അതിന് നമ്മൾ വില കൊടുക്കണം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവൻ, കൊരിന്ത്യർ ലേഖനം 14 പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തന്നെ എഡിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ 2ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. സോ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്യങ്ങൾ എടുത്ത് നമ്മൾ കോൺസിക്വൻസിലേക്ക് പോകാതെ സത്യം അറിയുകയും ആ സത്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും ചെയ്യുക. ദൈവത്തിനായി നമ്മൾ ജീവിക്കണമെങ്കിൽ ആത്മശക്തി നമുക്ക് ആവശ്യമാണ്, ധൈര്യം നമുക്ക് ആവശ്യമാണ്, പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, ആത്മീയ വരങ്ങൾ നമുക്ക് ആവശ്യമാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ആ വിശ്വാസത്തോടു കൂടിയാണ് ദൈവത്തോട് നമ്മൾ ചേരുന്നതും. ആ ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുക തന്നെ ചെയ്യും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൈവിക ശക്തി നമുക്ക് ആവശ്യമാണ്. പിന്നീട് നമ്മൾ അനുസരിക്കുകയാണ് സ്നാനത്തോടുകൂടി. നമുക്ക് ആത്മശക്തിയും ആവശ്യമാണ്. സോ ഞാൻ യേശുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഞാൻ യേശുവിൻ്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നുവെന്നും വിശ്വസിക്കാം. നമ്മൾ ആഗ്രഹിക്കണം. ആ ആത്മശക്തിക്ക് വേണ്ടി, ആ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നെല്ലാവരും ഉറങ്ങുന്ന ശിശുവിനെ പോലെ ഇരിക്കുകയാണ് സഭയിൽ. മത്തായി സുവിശേഷം 28:19 ഇത് തന്നെയാണ് പറഞ്ഞത്, ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവാൻ. മർക്കോസ് സുവിശേഷത്തിൻ്റെ 16 പറയുന്നു, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. നമ്മൾ പാടും, പകരം ഞാൻ എന്ത് നൽകുമെന്ന്. ഒന്നും നൽകണ്ട. നീ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് എല്ലാവരുടെയും കാണിക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. പലരും ഇന്ന് സ്നാനപ്പെട്ടതിന് ശേഷം ഒളിച്ചിരിക്കുകയാണ്. പിതാവ് പറയും, ഞാനും നിന്നെ അറിയുന്നില്ലെന്ന്. കാരണം ആത്മാവിൻ്റെ ആ ശക്തി നമുക്ക് പ്രാപിക്കാത്തത് കൊണ്ടും അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടും നമ്മുടെ ഹൃദയത്തെ പുതിയതാക്കിയെന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് വരണം. അതിനൊരു ഉടയവനുണ്ട്, അതിനൊരു സൃഷ്ടാവുണ്ട്. നമുക്ക് ബാലശിക്ഷകൾ നൽകും, നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരും, നമുക്ക് പരീക്ഷകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിനെല്ലാം ജയിക്കുവാൻ ഈ ആത്മശക്തിയാലെ നമുക്ക് സാധിക്കും. നമ്മൾ വീഴും, പക്ഷെ നിലംപരിചാകത്തില്ല. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശ ഉണ്ടായിരിക്കും എപ്പോഴും. ഈ 17 വർഷത്തെ ജേർണിയിൽ എത്ര വീണാലും വീണ്ടും എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ തരാറുണ്ട്. കാരണം നമ്മുടെ ബലഹീനത അറിയുന്ന ദൈവം. പക്ഷേ ആദ്യം വീണതുപോലെ ആയിരിക്കത്തില്ല പിന്നീട് വീഴുമ്പോൾ. വേരിയേഷൻ കുറഞ്ഞു വരും. പിന്നെ നമുക്കതിൽ വിക്ടറി എടുക്കാൻ പറ്റും. നമുക്ക് അനേകരെ നമുക്കതിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. നമുക്കതിനാവശ്യമായിരിക്കും നമ്മുടെ പഴയ ജീവിതം മരിക്കണം. റോമാലേഖനം 6:4 നമ്മുടെ പഴയ ജീവിതം മരിക്കണം. എന്നിട്ട് പുതിയ ജീവിതത്തിലൂടെ നമ്മൾ
6-ാം 4 അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൽ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. ഇനി എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്? എന്തിനാണ് നമ്മൾ ഈ ബാപ്റ്റിസം എടുക്കുന്നത്? ടു പീസ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള സമാധാനം നമുക്ക് പ്രാപിക്കാനാണ്. ഇഷ്മായിലിൻ്റെ തലമുറയുമുണ്ട്, ഇസഹാക്കിൻ്റെ തലമുറയുമുണ്ട്. ഇഷ്മായേൽ ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ജനിക്കുന്നതാണ്. എന്നാൽ ഇസഹാക്ക് വാഗ്ദത്തപ്രകാരം ജനിക്കുന്നതാണ്. ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ വാഗ്ദത്തത്തിൽ ജനിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ സമാധാനം അവരോടുകൂടി ആയിരിക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന നമ്മളെല്ലാവരോടും കൃപ കൂടിയിരിക്കും. എഫേഷ്യൻസ് 6 അവസാനത്തെ വാക്യങ്ങൾ. സോ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, വിശ്വാസത്തോടുകൂടിയ സ്നേഹം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ, അതേ അധ്യായത്തിൻ്റെ എഫേഷ്യൻസ് 6 ഏറ്റവും അവസാനത്തെ വാക്യങ്ങളാണ്. യേശുവിനെ അനുസരിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സമാധാനം ഈ ശരീരത്തിൽ, ഈ മനസ്സിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ പുതിയ സൃഷ്ടിയായി. പഴയ തുണിയിൽ പുതിയതിനോട് വെച്ച് തയ്ക്കാൻ പറ്റത്തില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിക്കാൻ പറ്റില്ല. പുതിയ തുരുത്തിയിൽ പഴയ വീഞ്ഞൊഴിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പുതിയ സൃഷ്ടിയായി അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ, ആത്മശക്തി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കൊരു നടപ്പുണ്ട്. പിന്നെ നമ്മൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം വിശാലമായ വഴികളുണ്ട്. അനേക കള്ളന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പാസ്റ്റേഴ്സും ദ്രവ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും പറയുന്ന, വഴിതെറ്റിക്കുന്ന, വയറിന് വേണ്ടി ഓടുന്ന, കള്ളപ്രവചനങ്ങൾ നടത്തുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കും. അവസാന നിമിഷത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കുക. ഉപായത്താൽ ഹൗവായെ വശീകരിച്ചതുപോലെ നമ്മളെയും വശീകരിക്കുമോ എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനം 11 പറയുന്നു. വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കട്ടെ ഈ പ്രവാസ ജീവിതം. പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവസാനത്തോളം സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഇത് നമ്മുടെ ജീവിതത്തിലൊരു ഇംപ്ലിമെൻ്റ് ആകണം. കാരണം നമുക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ആരോടും പറയരുത്. നിങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ലഭിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അവനോടുള്ള സ്നേഹം ആ വർധനയ്ക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടെറിട്ടറി എൻലാർജ് ആകുന്നത്. നമുക്ക് ഏറ്റവും നമ്മൾ കർത്താവിലേക്ക് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും. പക്ഷേ നമ്മളല്ല കഷ്ടത്തിൽ. നമ്മൾ മഹോദ്രവ കാലത്തിൽ വീണു പോകുന്നതിനേക്കാട്ടിൽ നല്ലതല്ലേ? എല്ലാത്തിനും മരിക്കാൻ പോലും ആഗ്രഹിച്ചാൽ മരണം പോലും ഇല്ലാത്തൊരു കാലം ഈ റാപ്ചറിന് ശേഷം ഈ ഭൂമിയിൽ 7 വർഷക്കാലമുണ്ടെങ്കിൽ അതിൽ പെട്ടുപോകുന്നതിനേക്കാട്ടി നല്ലതല്ലേ? കർത്താവിനോട്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള യാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സഹിഷ്ണുതയും തീയിലൂടെ നമ്മളെ ശോധന ചെയ്യുന്നതാണ്. നമ്മളവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥമായ അവിടെ വിവാഹം നമ്മൾ യൂണിയനായി ഒന്നായി ചേരുമ്പോൾ നമുക്ക് പ്രതിഫലങ്ങളും കിട്ടും, കിരീടങ്ങൾ കിട്ടും. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നമ്മൾ വിശ്വാസത്താലെയാണ് നീതീകരിക്കപ്പെട്ടത്. അത് സ്നാനത്താലേ അല്ല. സ്നാനം ഡിക്ലറേഷനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശിശു ആയിരിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. പല അച്ഛന്മാരും പറയും, നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങളോട് ചോദിച്ചിട്ടാണോ അപ്പി മാറിയത്, നിങ്ങളോട് ചോദിച്ചിട്ടാണോ കുളിപ്പിച്ചത്, നിങ്ങളോട് ചോദിച്ചിട്ടാണോ പോളിയോ കുത്തിയത്. ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല വചനത്തിൽ. ദൈവം ആഗ്രഹിച്ചത് പിതാവ് യേശു കർത്താവ് എന്ന വാതിലിലൂടെ നമ്മൾ കടക്കണമെങ്കിൽ നമ്മൾ സിൻലെസ് ആയെങ്കിൽ മാത്രമേ ആ വാതിലൂടെ നമുക്ക് കടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് ബഹളം വയ്ക്കാനേ പറ്റത്തുള്ളൂ. കാക്കയും കഴുകനും, കാക്കയൊക്കെ ബഹളം വയ്ക്കും, പക്ഷെ കഴുകൻ ഡിഫറെൻ്റ് ആണ്. ഹീ ലവ് സ്റ്റോംസ്, അവൻ ഉയരത്തിലേക്ക് പറക്കും. നമ്മളെ ഓരോരുത്തരെയും കഴുകനോടാണ് ഉപമിക്കുന്നത്, സിംഹത്തോടാണ് ഉപമിക്കുന്നത്. ആ ഒരു ജീവിതം നയിക്കാനായിട്ട് പ്രതികൂലങ്ങൾ ഭയങ്കരമായി വരും. പ്രതികൂലത്തിൻ്റെ കോട്ടകൾ വരും, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വരും. അവിടെയൊന്നും നിൽക്കാനല്ല, അവിടെയെല്ലാം ഓടി
ഓടി ജയിക്കുവാനുള്ള, അനേകരെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് പിടിച്ചെടുക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരണമെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ 24 hours വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യണം. നമ്മൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നമ്മൾ നിന്ദാപാത്രമാകും, ഹ്യൂമിലിയേറ്റ് ആകും, ഒറ്റപ്പെടും, എല്ലാവരും ത്യജിക്കപ്പെടും, ആരും നമ്മളെ നോക്കാതെ വരും, നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തും. നെവർ ഗിവ് അപ്പ്, യു ആർ ഫ്ലൈയിങ് അലോൺ. നീ പറക്കുകയാണ് ദൈവശക്തിയിൽ. എക്സോഡസ് 20:21 എഴുതിയിരിക്കുന്നു, മോശ ഇരുളിലേക്ക് ചെല്ലുകയാണ്, അകത്തേക്ക്. പക്ഷെ ജനം അതിനെ വിട്ട് ഓടിപ്പോയെന്നാണ്. മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. നീ ആ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ഹൃദയത്തോട് ഇടപെട്ട ദൈവം, അവൻ്റെ ആത്മാവ് നിന്റെ അകത്തിരിക്കുന്നുവെങ്കിൽ അവൻ്റെ ഇഷ്ടം നിന്നിൽ ചെയ്യുകയാണ്. നിന്റെ ജഡത്തെ മരിപ്പിച്ച് നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ കൺഫർമേഷനാണ് എല്ലാവരാലും നീ ഒറ്റപ്പെടുന്നത്. നെവർ ഗീവ് അപ്പ്. സോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട്, കർത്താവായ യേശുക്രിസ്തുവിൻ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സോ ത്രൂ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് ദൈവവുമായിട്ട് ബന്ധം വരികയാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും എന്തിലാണ് നിങ്ങളുടെ പാസ്റ്റർ എന്തിലാണ് പ്രശംസിക്കുന്നത്? നമ്മൾ ഇന്നലെ വായിച്ചു ഗലാത്യലേഖനം 6, ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാൻ മൂലമാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഫൂളിഷാണെന്നാണ് ഗലാത്യലേഖനം 6 പറയുന്നത്. അതുമല്ല, ഇതുമല്ല, ഒന്നുമല്ല. നിത്യജീവനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പൗലോസ് പറയുകയാണ്. കർത്താവിനോടുള്ള വിശ്വാസം, നീതീകരണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സോ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു എങ്കിൽ ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായിത്തീരുന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായിത്തീരുന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഹല്ലേലൂയ. സോ ദൈവം ആഗ്രഹിക്കുന്നത് ഈ നീതിയാൽ നിത്യജീവനായി നമ്മൾ വാഴേണ്ടതിനാണ്. ഇത് സഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യമാണ്. അന്ത്യകാലത്ത് ദൈവം വെച്ചിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതറിഞ്ഞ മനുഷ്യർ എങ്ങനെ മിണ്ടാതിരിക്കും? സകലരും പാപത്തിൽ നിന്ന് മരണത്തിലേക്ക് പഴയ നിയമത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മാറി പുതിയത് വന്നു. ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. ഓൾ ഹാബിറ്റ്
അതിൻ്റെ കൺട്രോൾ നമ്മുടെ ജഡത്തിലുള്ളത് ലൂസായി പോവുകയാണ്. ഒരു പുതിയ ഐഡൻറ്റിറ്റി, നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റും. വി ആർ നോ ലോങ്ങർ സ്ലേവ്സ് ടു സിൻ. റോമാലേഖനം 6:6 പറയുന്നു, എല്ലാ അഡിക്ഷനിൽ നിന്നും നമുക്ക് ഫ്രീഡം ലഭിക്കും. എല്ലാത്തിൽ നിന്നും ജയിക്കുവാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ കണ്ടതാണ് ന്യൂസിൽ, വിജയ് സ്കൂളുകളുടെയും പള്ളികളുടെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓഫീസുകളുടെയൊക്കെ മുമ്പിൽ അടുത്തുള്ള മദ്യശാലകളെല്ലാം ക്ലോസ് ഡൗൺ ചെയ്യിച്ചു. എത്ര ഡിഫിക്കൽട്ടാണിത്. പക്ഷേ എവ്രിതിങ് ഈസ് പോസിബിൾ. അധികാരം കയ്യിൽ വരുമ്പോൾ, ഇന്നലെ വിജയ് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കത്തില്ല. പക്ഷെ ആ സീറ്റിൽ ഇരുന്നതിന് ശേഷം പറയുമ്പോഴാണ് അതിൻ്റെ അതോറിറ്റി ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം, ഹല്ലേലൂയ, നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 2:38. ഇത് നമ്മളെ ഗൈഡൻസ് ഇൻ ഡിസിഷൻസിലേക്ക് ഒരു ഗൈഡൻസ് ആണ് നമുക്ക്. ഇത് അകത്തൊരു സ്ട്രെങ്ത് ആണ്. ഏത് ട്രയൽസ് വന്നാലും ജയിക്കാനുള്ളൊരു ശക്തിയാണ്, ഒരു ആത്മ വളർച്ചയാണത്. സോ ലൂക്ക് ചാപ്റ്റർ 9:23, മത്തായി 16:24 പറയുന്നു, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഡെയിലി ആൻഡ് ഫോളോ മീ. നിങ്ങൾ ദിനവും ക്രൂശ് എടുക്കണം, അവനെ ഫോളോ ചെയ്യണം. അപ്പം നമ്മളെ വളർത്തുന്നവരുമായിട്ട് നമ്മൾ നടന്നാൽ, നമുക്ക് വേഗത്തിൽ ഈ ക്രൂശ് ചുമക്കാൻ പഠിച്ചാൽ, നമ്മൾ പിന്നെ കഷ്ടത, സഹിഷ്ണ, സിദ്ധത, പ്രത്യാശയിലേക്ക് തന്നെ നമ്മളെ ലജ്ജിക്കത്തില്ല. നമുക്ക് അനേകരെ തീയിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. നമ്മുടെ ആദ്യ സമയങ്ങളിൽ നമ്മൾ ബലഹീനരോട് ചേർന്ന് നടക്കുകയും വചനം വായിക്കാതിരിക്കുകയും ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അകത്ത് ആ സൃഷ്ടിക്കപ്പെട്ട ശിശു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വളർച്ച ആവശ്യമാണ്, ആത്മീയ വളർച്ച. ആത്മീക മനുഷ്യനുമുണ്ട്, ജഡിക മനുഷ്യനുമുണ്ട്. നമ്മൾ ആത്മീക മനുഷ്യനായി പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു വിശ്വാസത്തിൽ. ഇനി അതിന് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയും വിശ്വാസവും വചനധ്യാനവും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നതാണ്. ആത്മശക്തി നമുക്ക് ആവശ്യമാണ്. മത്തായി സുവിശേഷം 16:25 ആരെങ്കിലും, മാത്യു ചാപ്റ്റർ 16:25, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി മരിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയി ബ്രദർ എവിടേക്കാണ് പോയത്? അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്നാനത്തിലല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ ഹൃദയത്തിലാണ് രക്ഷ നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർത്തുകൊള്ളുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാണ്, എറ്റേണൽ ലൈഫും ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുക്കണം. നമുക്ക് റിവാർഡുണ്ട് സ്വർഗത്തിലെന്ന് മറക്കരുത്. സോ ദൈവവുമായിട്ടുള്ള ആ സമാധാനം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ സൃഷ്ടിയാകുന്നത് നമുക്ക് ആവശ്യമാണ്. പാപത്തെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആത്മീയമായ വളർച്ച നമുക്ക് ആവശ്യമാണ്. നിത്യമായ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായി നമ്മളെ കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചു. എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, ജലസ്നാനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. ബാപ്റ്റിസം ഈസ് കണക്റ്റഡ് ടു ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അത് ജലസ്നാനം യേശുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. റോമാലേഖനം 6 പറഞ്ഞതുപോലെ തന്നെ, വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത് സോ വി മേ വാക്ക് ഇൻ ന്യൂ ലൈഫ്. നമുക്കൊരു പുതിയ ജീവിതം ലഭിച്ചുവെങ്കിൽ അതിൽ നമ്മൾ നടക്കാനുള്ള ആത്മശക്തി നമുക്ക് ദൈവം തരും. ബിക്കോസ് ഈ മണവാട്ടി സഭയെ രൂപീകരിക്കുമ്പോൾ ദൈവത്തിനറിയാം പിശാചി മിണ്ടാതിരിക്കത്തില്ല. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കയ്യിലേന്തിയവൻ. കൊളോഷ്യർ 2:11 മുതൽ, കൊളോഷ്യ ലേഖനം 2:11 മുതൽ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതിക്രമങ്ങളിലൂടെ നിങ്ങളുടെ ജഡത്തിൻ്റെ
ചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. നമുക്കെതിരായി എഴുതിയിരുന്നതിനെ ക്രൂശിൽ നടുവിൽ നീക്കിക്കളഞ്ഞു. ആ വ്യാപാര ശക്തി നമുക്ക് ലഭിച്ചത് വിശ്വാസത്താലാണ്. സോ അവനോടുകൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സ്നാനത്തോടുകൂടി. സോ നമ്മൾ മരിച്ചു പുതിയ സൃഷ്ടിയായി അവനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പം ക്രൂശിൽ ഈ ജയോത്സവം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിൽ ക്രിസ്തു നേടിയപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, യേശു കർത്താവ് മരിച്ചത് എന്തിനാണ്? അവന് വല്ല ആവശ്യമുണ്ടെന്ന്. ഗെത്സമനയിൽ നമുക്കറിയാം. പക്ഷെ എന്നാൽ ഒരുവൻ്റെ മരണത്താലെയാണ് നമുക്ക് ജീവൻ ലഭിച്ചത്, എല്ലാവർക്കും വേണ്ടിയിട്ട്. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റപ്പോൾ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കയ്യിലേറിയവനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും കയ്യിലുള്ളവൻ മരണത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ. ഹല്ലേലൂയ! നമ്മളും ജയിച്ച് അവിടെ ചെല്ലണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് തന്നിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയും, ഹെബ്രായ ലേഖനം 10:1 മുതൽ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സോ അതിൻ്റെ താഴോട്ട് നിങ്ങൾ വായിക്കണം, ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. നമ്മളും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശാണ് അൾട്ടിമേറ്റ്. നമുക്കും വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. യഥാർത്ഥമായ ക്രൂശിൽ നമ്മൾ അങ്ങനെ നമ്മളുടെ അനുഭവം അല്ലെങ്കിൽ തന്നെയും നമ്മൾ ജീവിതത്തിൽ അവൻ്റെ ക്രൂശ് മേറിക്കൊണ്ടാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് മദ്യപാനി ആയാലോ മയക്കുമരുന്ന് അഡിക്റ്റഡ് ആയാലോ കൊലപാതകയായാലോ ഒരു പ്രശ്നവുമില്ല. നീ എപ്പോൾ വിശ്വാസിയാകുന്നു അവിടെ തുടങ്ങും നിൻ്റെ ക്രൂശ്. അതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്. അതിനാണ് ബെനിഫിറ്റ് ഉള്ളത്. അതിന് നിനക്ക് ആത്മാവ് കൂടെ ഉണ്ടായിരിക്കും. നീ ഒറ്റപ്പെടും. ശദ്രക് മേശക് അബേദ്നെഗോയെ പോലെ ഒറ്റപ്പെടും, ദാനിയേലിനെ പോലെ ഒറ്റപ്പെടും. പക്ഷേ അവിടെയും ദൈവം നിന്നെ ആത്മശക്തി നിൻ്റെ അകത്ത് എത്രയാണോ വ്യാപരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിന്നെ ദൈവം ഈ ലോകത്തിൽ നടത്തുന്നതും അവൻ്റെ മഹത്വമാകുന്നതും. നമ്മൾ പാസ്റ്റേഴ്സ് എല്ലാം വിളിച്ചു പറയും, നിന്നെ മാനിക്കും, നിന്നെ വിടുവിക്കും. അങ്ങനെയല്ല. നമ്മൾ അവൻ്റെ മഹത്വമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവനിലേക്ക് പോകും തോറും വിടുതലിനെക്കാട്ടിലും വലുത് അവനോട് ചേരുന്നത്, അവൻ്റെ ഇഷ്ടം നിറയുന്നത്, അവൻ്റെ ഇഷ്ടം എന്നിൽ നടക്കുന്നതാണ് ഇഷ്ടം. അതാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോഴാണ് കറക്റ്റ് പാത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് വിടുതൽ കിട്ടിയില്ലേ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകും. ഇവിടെയുള്ള ഭൂമിയിലുള്ള വിടുതലിനല്ല കർത്താവ് പറഞ്ഞത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം കർത്താവ് നമുക്ക് തരും. അവൻ്റെ കൃപയാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. ഹല്ലേലൂയ! നെവർ ഗിവ് അപ്പ്. മത്തായി സുവിശേഷം 3:11 പറയുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കയ്യിലൊരു ചെറിയ പൊള്ളലേറ്റാൽ നമ്മൾ നിലവിളിച്ചു. എത്ര ദിവസമാണ് പ്രശ്നം? അപ്പോൾ എന്നേക്കുമായ തീപ്പൊയ്യിൽ നമ്മൾ പോകാതെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കർത്താവിനെ നമ്മൾ സ്വീകരിക്കണം. കർത്താവിനെ നമ്മൾ വിശ്വസിക്കണം. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് പുതിയ നിയമം സ്ഥാപിക്കുന്നത്. ലൂക്കോസ് വിശേഷം 22:20 പറയുന്നു, ദിസ് കപ്പ് ഈസ് ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. ഇത് പുതിയ നിയമത്തിൻ്റെ ഒരു കവനൻ്റാണ് എൻ്റെ രക്തം. സോ അതുവരെ ഉണ്ടായിരുന്ന പഴയ നിയമം ഒരു പുറമേയുള്ള നിയമങ്ങളായിരുന്നു. അത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടു കൂടി ഫിനിഷാകുന്നതാണത്. അത് പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്.
സോ പുറമേ നമുക്ക് പലതും ചെയ്യാം, നമ്മൾ എന്ത് പാപം ചെയ്താലും പഴയ നിയമത്തിൽ നമുക്കറിയാം സാക്രിഫൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നിട്ട് രക്തത്താലിനെ കഴുകണമെന്ന് പറഞ്ഞാൽ അവൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കും. നമ്മൾ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി പറയണ്ട. നമുക്ക് ഏത് സമയത്തും അടുത്തേക്ക് ചെല്ലാൻ പിതാവ് നമുക്ക് മക്കളാക്കി നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞു. എനി ടൈം. എസെക്കിയേൽ 36:26 പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും. സോ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ പാപങ്ങളെ കഴുകുക എന്നല്ല. ഇത് നമ്മുടെ പുതിയ ഹൃദയം നമുക്ക് ലഭിച്ചതിൻ്റെ ഒരു സിമ്പലാണത്. നമ്മൾ ആക്ഷനിലേക്ക് വരികയാണ്. അവനുമായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരിച്ചതിന് ശേഷം ഡിക്ലറേഷനാണ്. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്നാനം കഴിക്കണം. മത്തായി 28:19 ഗോ ആൻഡ് ബാപ്റ്റൈസ് ഓൾ നേഷൻസ്. എല്ലാവരെയും നിങ്ങൾ സ്നാനപ്പെടുത്താനാണ് പറഞ്ഞത്. ചിലർ പറയും അത് ശിഷ്യന്മാരോട് പറഞ്ഞതല്ലേ, അവർക്ക് മാത്രമുള്ളത് ആ സമയത്ത്. ദി നേഷൻസ്, ഓൾ നേഷൻസ്, എല്ലാവരോടും. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും ശമര്യയിലും ലോകം മുഴുവനും എൻ്റെ സാക്ഷികളാകാനാണ് പറഞ്ഞത്. അപ്പം ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഓർത്തോണം. അത് ഫിസിക്കൽ വാർ നടക്കുകയാണ്, പക്ഷെ നമുക്ക് സ്പിരിച്വൽ വാറാണ്. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ഓർത്തോണം. ഒരു വാർ ഒരു ദൈവപൈതൃക ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. അതിനെ ജയിക്കണം നമ്മൾ. അങ്ങനെ ജയിക്കുവാനും അതിനെ ഇൻസ്പയർ ചെയ്യുന്നവരും അതിനെ വളർത്തുന്നവരുടെ കൂടെ ആയിരിക്കണം നമ്മുടെ യാത്രയെങ്കിൽ പ്രതികൂലങ്ങൾ ഭയങ്കരമായിരിക്കും. ഇസ്രായേലിന് വരുന്നത് പോലെ 4 സൈഡിൽ നിന്നായിരിക്കും വരുന്നത്. അവരുടെ നേഷൻ ഉണ്ടാക്കിയത് മുതൽ അവർക്ക് യുദ്ധങ്ങളാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലേ, എന്തുകൊണ്ട് യുദ്ധം? കാരണം സ്വർഗം അത്രമാത്രം പ്രേഷ്യസ് ആണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം നമ്മൾ വായിക്കണം. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭവനത്തെക്കുറിച്ച്. യോഹന്നാൻ 14 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ഞാനൊരു ഭവനമുണ്ടാക്കി വരും, നിങ്ങളെ കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പിന് വില കൊടുക്കണം, 5 കന്യകമാരെ പോലെ. അതിൻ്റെ ഇടയിലാണ് പോഷകന്മാർ വരുന്നത്, നമ്മളെ തളർക്കാനായിട്ട്, തകർക്കാനായിട്ട്, ഡൈവേർട്ട് ചെയ്യാനായിട്ട്, ഭൗതികമായ നന്മകളും പ്രവചനങ്ങളും പറയുവാനായിട്ട്. ബി വിജിലൻറ്റ്. അപ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നത് യേശു കർത്താവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും നമ്മളും പ്രതിനിധീകരിക്കുകയാണ്. സോ പുതിയ നിയമത്തിൻ്റെ ഭാഗമായതിനാലാണ് ആ സ്നാനത്തിലൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഹൃദയത്തിൽ നമുക്ക് മാറ്റം തന്നതിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. നമ്മുടെ രക്ഷ പൂർത്തിയായതിൻ്റെ ഒരു കൽപ്പന യേശു തന്നതിനെ അനുസരിക്കുന്നതാണ് നമ്മൾ ബാപ്റ്റിസം വെള്ളത്തിലെടുക്കുന്നത്. സോ നമ്മൾ ആദ്യം രക്ഷിക്കപ്പെടുന്നു, പിന്നെ നമ്മൾ സ്നാനപ്പെടുന്നു. നമ്മൾ റൈറ്റസ് ആകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, വെള്ളത്തിലല്ല. വെള്ളം നമ്മൾ ഡിക്ലറേഷനാണത്, കാണിക്കുകയാണ്. നമ്മളത് പ്രാക്ടിക്കലി പോകുന്നത് പോലെയാണ്. സോ ക്രിസ്തു രക്ഷ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് സ്നാനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുണ്ടാകുന്നില്ല. സോ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരു വ്യക്തി സ്നാനപ്പെടേണ്ടത്. സ്നാനത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും സ്നാനം കൊടുക്കാം. ഏതൊരു വിശ്വാസിക്കും എവിടെയും വെള്ളമുണ്ടോ നമുക്ക് സ്നാനം കൊടുക്കാൻ പറ്റും. സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. മാർക്സ് ചാപ്റ്റർ 16:16, മാർക്കോസ് സുവിശേഷം 16:16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സോ വിശ്വാസമാണ് ആദ്യം വരേണ്ടത്. അതിൻ്റെ ഒരു റെസ്പോൺസിൻ്റെ, ഫെയ്ത്തിൻ്റെ റെസ്പോൺസാണ് ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത്. സോ വെള്ളത്തിൻ്റെ അകത്തൊരു മാജിക് നടക്കുന്നില്ല. വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ് നമുക്കൊരു പുതിയ സൃഷ്ടിയായി മാറുന്ന പരിവർത്തനം നടക്കുന്നത്. റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. അപ്പോസ്തലപ്രവൃത്തി 2:32 ഫോർ ഫോർഗീവ്നെസ് ഓഫ് സിൻസ് പത്രോസ് പറയുന്നതാണ്. സോ അതുപോലെ തന്നെ റോമാലേഖനം 6 അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ഞങ്ങൾ യേശുവിൻ്റെ മരണത്തിന് പങ്കാളികളായി പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഡിക്ലറേഷൻ. വെള്ളത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഓൾഡ് മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ പുതിയ മനുഷ്യൻ, റിസ്ട്രക്റ്റഡ് ലൈഫാണ്. സോ ഇത് സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സിമ്പലാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കുറച്ച് എക്സാമ്പിളുകളിലൂടെ നിങ്ങളോട് പറഞ്ഞത് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനിൽ സ്നാനം സ്വീകരിച്ചവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മൾ യു വെയർ
ക്രൈസ്റ്റ് സ്പിരിച്വലി. ന്യൂ ഐഡൻറ്റിറ്റി റീപ്ലേസസ് ഓൾഡ് സെൽഫ്. നമ്മുടെ പഴയത് മാറി പുതിയത് വന്നുള്ള കംപ്ലീറ്റ് ഡിക്ലറേഷനാണ്. സോ പാപങ്ങൾ നമ്മൾ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകുന്നു എന്നല്ല, നമ്മൾ വെള്ളമല്ല നമ്മുടെ പാപം കഴുകുന്നത്, നമ്മൾ ആദ്യമേ അവനോട് ഏകീഭവിച്ചു. ഇനി പുനരുത്ഥാനത്തിലേക്ക് നമ്മൾ ഏകീഭവിക്കുകയാണ്, അവനോട് ചേരുകയാണ് നമ്മൾ. ഓക്കെ, സോ അപ്പോസ്തലപ്രവൃത്തി 8:12 നമ്മൾ ഫിലിപ്പിനെ കാണുന്നുണ്ട്. ദേ ബിലീവ്ഡ് ഫിലിപ്പ് ആൻഡ് വെയർ ബാപ്റ്റൈസ്ഡ്. അവർ ഫിലിപ്പിനെ വിശ്വസിച്ചവർ സ്നാനം കഴിച്ചു എന്നാണ്, സ്വീകരിച്ചെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8:36 മുതൽ നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്നാനം സ്വീകരിക്കാം. ഫെയ്ത്ത് ഈസ് റിക്വയർമെന്റ് ഇവിടെ. സോ ബാപ്റ്റിസം ഫോളോസ് ബിലീഫ് ഇമ്മീഡിയറ്റ്ലി. അപ്പോസ്തലപ്രവൃത്തി 10:47 മുതലുള്ള വാക്യങ്ങൾ, ഇവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുകൊണ്ട് ഇനി സ്നാനം തടയാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാവർക്കും ബാപ്റ്റിസം ആവശ്യമാണ്. അത് യഹൂദനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ജൂ ഓർ ജെൻറ്റൈൽ, എല്ലാവർക്കും ബാപ്റ്റിസം ആവശ്യമാണ്. എഫേസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാൽ നമ്മൾ വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പ്രവൃത്തികളാലെ അല്ല എന്ന്. ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത് നോട്ട് ബൈ വർക്ക്സ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ അതിനു മുമ്പേ നമ്മളുടെ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. സോ സാൽവേഷൻ ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, നോട്ട് ഏൺഡ് ബൈ എനി ആക്ട്. സോ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ആക്ട് ഓഫ് ഒബീഡിയൻസ് ആണ്. സാൽവേഷൻ എന്ന് പറഞ്ഞത് അത് വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കും. ഗിഫ്റ്റ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. യോഹന്നാൻ 14:6 പറയുന്നു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് വഴി, സത്യം, ജീവൻ. സോ വെള്ളമല്ല നമ്മളെ സേവ് ചെയ്യുന്നത്, റിച്വൽസ് അല്ല നമ്മളെ സേവ് ചെയ്യുന്നത്, യേശു കർത്താവാണ് നമ്മളെ വിശ്വാസത്തിലൂടെയാണ് സേവ് ചെയ്യുന്നത്. ലൂക്കോസ് 23:42 മുതലുള്ള വാക്യങ്ങളിൽ കള്ളനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അവൻ്റെ വിശ്വാസമാണ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അത് സ്വർഗാരോഹണത്തിന് ക്രൂശീകരണത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഫെയ്ത്ത് സേവ്സ്, നോട്ട് ബാപ്റ്റിസം സേവ് ചെയ്യുന്നത്. ബാപ്റ്റിസം ഡിക്ലറേഷനാണ്, നമ്മളെ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ വിശ്വസിച്ചിട്ടാണോ ബാപ്റ്റിസം എടുത്തതെന്ന്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരാകരുത്. സോ ബിക്കോസ് ഇറ്റ് ഈസ് ഒബീഡിയൻസ് ആഫ്റ്റർ സാൽവേഷൻ. ഹല്ലേലൂയ. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. സോ റിപ്പൻറ്റൻസ് ആണ് ആദ്യം, ദെൻ ഫെയ്ത്ത് ഈക്വൽ സാൽവേഷൻ. റിപ്പൻറ്റൻസ് പ്ലസ് ഫെയ്ത്ത്, സാൽവേഷൻ. ബാപ്റ്റിസം എന്ന് പറയുന്നത് പബ്ലിക് റെസ്പോൺസ് ആണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു റൂട്ടാണ്. ബാപ്റ്റിസം എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. ഹല്ലേലൂയ. സോ ഇനി വെള്ളത്തിൽ ബാപ്റ്റിസം ചെയ്തതുകൊണ്ട് നമ്മുടെ പാപം കഴുകിയെന്നോ ഗ്യാരണ്ടി ആയെന്നോ യേശു കർത്താവ് നമ്മുടെ പഴയ ജീവിതം റീപ്ലേസ് ഒന്നും അല്ല. നമ്മൾക്ക് അതിനു മുമ്പ് നടന്ന സംഭവമാണ്. വിശ്വാസത്തിലൂടെയാണ് നമ്മളത് നേടിയെടുക്കുന്നത്. ഇറ്റ് ഷോസ് യു ബിലോങ് ടു ക്രൈസ്റ്റ്. കർത്താവിൻ്റെ കമാൻഡ്മെൻറ്റിനെ നീ ഫോളോ ചെയ്യുന്നു. പബ്ലിക്ലി നിങ്ങൾ ഡെക്ലെയർ ചെയ്യണം ആ ഫെയ്ത്തിനെ, ആ ന്യൂ ലൈഫിനെ സിംബലൈസ് ചെയ്യുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, വിവാഹത്തിന് മോതിരം കൈമാറും. സോ അത് മോതിരം കൈമാറിയത് കൊണ്ട്, അതൊരു മോതിരം ഇട്ടതുകൊണ്ട് വിവാഹം ഉണ്ടാകത്തില്ല. വിവാഹം ഉണ്ടായതിൻ്റെ ഒരു അടയാളമാണ് ഈ മോതിരം എന്ന് പറയുന്നത്, അല്ലേ? മോതിരം ഇട്ടതുകൊണ്ട് ഡിക്ലെയർ ആയോ? അല്ല, വിവാഹം ഉണ്ടായി കഴിഞ്ഞു, അതിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ കയ്യിൽ മോതിരം ഇടുന്നത്. സോ ഇതുപോലെയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ബാപ്റ്റിസം അല്ല നമ്മളെ രക്ഷ നൽകുന്നത്, യേശുവിലുള്ള വിശ്വാസമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. സ്നാനം എന്ന് പറയുന്നത് ആ രക്ഷയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അടയാളം മാത്രമാണ്. നാം വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ടതിനാൽ സ്നാനം സ്വീകരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ,
നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു വാതിലിലൂടെയാണ്. വീടെന്ന് പറഞ്ഞാൽ വാതിലുണ്ടായിരിക്കും. യോഹന്നാൻ 10:9 പറഞ്ഞു, ഐ ആം ദ ഡോർ. സോ നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്നത് വാതിലിലൂടെയാണ്. യു എൻറ്റർ എ ഹൗസ് ത്രൂ ദ ഡോർ, നോട്ട് ബൈ വാഷിംഗ് യുവർ സെൽഫ് ഔട്ട്സൈഡ്. നമ്മൾ ആ വാതിലിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ, വാതിലെന്ന് പറയുന്നത് ജീസസ് ഈസ് ദ ഡോർ. അത് വിശ്വാസം എന്നതാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതാണ് സാൽവേഷൻ. സോ ബാപ്റ്റിസം പിന്നെയാണ് നടക്കുന്നത്. വിശ്വാസത്തിൽ നമ്മൾ കയറിയതിന് ശേഷമാണ് ബാപ്റ്റിസം. ഐ ആം ദ ഡോർ, യേശു കർത്താവ് പറഞ്ഞത്. എക്സാമ്പിൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, ശരീരത്തിൽ നടക്കുന്ന, പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആണ്, ഹാർട്ട് ചേഞ്ച് ആണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കോടതി മോചനം നൽകിയാലും അദ്ദേഹം ഫ്രീ ആയി. പക്ഷേ അദ്ദേഹം ആ വസ്ത്രം മാറ്റിക്കഴിയുമ്പോൾ, അദ്ദേഹം ധരിച്ചിരുന്ന ആ പാപത്തിൻ്റെ വസ്ത്രം മാറ്റിക്കഴിയുമ്പോൾ അദ്ദേഹം കംപ്ലീറ്റ് ഫ്രീ ആയി എന്നുള്ള ആ ഡിക്ലറേഷൻ അദ്ദേഹം കാണിക്കുകയാണ്. സോ ജീസസ് ഡിക്ലെയർസ് യു forgiven. ബാപ്റ്റിസം ഷോസ് യു accepted it. എത്ര പേർക്ക് മനസ്സിലായി? എഫേസ്യ ലേഖനം അത് തന്നെയാണ് പറയുന്നത്, കൃപയാൽ വിശ്വാസത്തിലൂടെ രക്ഷ പ്രവൃത്തികളാലേ അല്ലെന്ന്. സോ ബാപ്റ്റിസം ഈസ് സ്റ്റിൽ കമാൻഡഡ്, ബട്ട് ഇറ്റ് ഫോളോസ് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്. അതാണ് ഏറ്റവും. നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? നമ്മൾ വിശ്വാസത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഹിയറിംഗ് ദ ഗോസ്പൽ, യേശു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു, അവനെ നമ്മൾ രക്ഷകനായി മണവാളനായി സ്വീകരിക്കുന്നു. അവനിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്ക് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ജഡത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്ത് വന്നത്. സോ നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയതെല്ലാം മാറുന്നു. ആദമീയ പാപത്തിൽ നമ്മൾ വിമുക്തരാവുകയാണ്. പിന്നെ നമുക്ക് കൃപയ്ക്ക് നമ്മൾ അധീനരാവുകയാണ്. അത് നമ്മൾ പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുന്നതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. സോ ഇതിനെല്ലാം നമ്മൾ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുന്നതാണ്. ഐ ബിലീവ് ഇൻ ജീസസ്, ഐ ആം സേവ്ഡ്, ഐ ഗെറ്റ് ബാപ്റ്റൈസ്ഡ് ടു ഷോ ഇറ്റ്. ഹല്ലേലൂയ. ഇറ്റ്സ് എ പ്രോസസ്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യോഹന്നാൻ 3:5 പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. സോ ജലത്താൽ നമ്മൾ സ്നാനപ്പെടണം, ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുകയും വേണം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. സോ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 36:25 പറയുന്നത് പോലെ ഒരു ക്ലീൻ ഹാർട്ട് നമുക്ക് ദൈവം തന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ പുതിയ സൃഷ്ടിയായതിനെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്താട്ടെ. ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്കോളേഴ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, വാട്ടർ ഈക്വൽ ടു നാച്ചുറൽ ബർത്ത്, സ്പിരിറ്റ് ഈക്വൽ ടു സ്പിരിച്വൽ ബർത്ത് എന്ന് പറഞ്ഞാൽ, വാട്ടർ ഫിസിക്കൽ ബർത്തിനെ അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉള്ള ഒരു പുതിയ സൃഷ്ടിയെ കാണിക്കുകയാണ്, ഒരു ബേബി ജനിക്കുന്നത് പോലെ. പക്ഷേ സ്പിരിറ്റിൽ നമ്മൾ ജനിക്കുമ്പോൾ സ്പിരിച്വലി നമ്മൾ റീബർത്ത് ആവുകയാണ്. മീനിങ് യു മസ്റ്റ് ബി സ്പിരിച്വലി ബോൺ അഗെയിൻ. അപ്പം നമുക്ക് ബാപ്റ്റിസം കൊണ്ട് മാത്രം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. സ്പിരിച്വൽ റീബർത്ത് നമുക്ക് ആവശ്യമാണ്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചു ഭൂമിയിലേക്ക്, പക്ഷേ ഇനി നമുക്ക് സ്പിരിറ്റ് ആവശ്യമാണ് നടന്നു പോകാനായിട്ട്. നിങ്ങൾക്കത് വളരെ ആഴത്തിൽ മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:36 പറയുന്നു, നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ സ്വീകരിച്ചാൽ സ്നാനം നിങ്ങൾക്ക് സ്വീകരിക്കാം. സോ ഫെയ്ത്ത് ആണ് ഇമ്പോർട്ടൻ്റ്. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെടണം. അതിനുശേഷം അവനോടുള്ള സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ അതിൻ്റെ ഡിക്ലറേഷനാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. സോ ഇത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല, ഇത് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട ഒരു സ്നേഹമാണ്. ഹൃദയത്തിൽ സ്നേഹം വരാതെ മാരേജ് ചെയ്താൽ അത് ഫുൾഫിൽ ആകത്തില്ല. ഹൃദയത്തിൻ്റെ അകത്ത് വരുന്ന സ്നേഹം നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും, ഏതിനെയും നമുക്ക് സഹിക്കാൻ പറ്റും. കാരണം ആ പ്രാണപ്രിയന് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. മാർക്കോസ് 16:16 പറഞ്ഞ അത് തന്നെയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ, whoever believe and is baptized will be saved. So believe is primary, baptism follows belief as obedience. ആദ്യം വിശ്വാസമാണ്, പിന്നെ ബാപ്റ്റിസം. സോ ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു.
യേശു കർത്താവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവനിലൊരു ജീവൻ നമുക്ക് സമൃദ്ധിയായിട്ടുണ്ട്. അതിൽ വാഴണമെങ്കിൽ അവനോട് ചേർന്ന് നടക്കണം. അവൻ തരുന്ന ഓരോ പാതയിൽ ലോകപ്രകാരം കഷ്ടപ്പെടുന്നതിനല്ല, നമ്മൾ ഈ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടത് ജോലിക്ക് വേണ്ടിയിട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ടോ അല്ല, അവനോടുള്ള പ്രേമത്തിലായിരിക്കണം ഈ സ്നാനം നടക്കേണ്ടത്. ഒരു വ്യക്തി ഫോഴ്സ് ചെയ്തതുകൊണ്ടല്ല. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാവണം. അവനോടുള്ള പ്രേമം വർദ്ധിക്കണം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. എല്ലാവരെയും പിതാവ് ആകർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ സ്വീകരിക്കാൻ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലൂടെ ആ പിതാവിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സിലേക്ക് ചെല്ലുവാൻ, ആകാശത്തെയും ഭൂമിയും സർവ്വ ചരാചരങ്ങളെ സൃഷ്ടിച്ച ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു നാമം, യേശുവല്ലാതെ നാമം ഇല്ല. ഞങ്ങൾക്ക് തന്ന ആ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് യോബിൻ്റെ പുസ്തകത്തിൽ പറയുമ്പോൾ, ആ പൊടി കൊണ്ട് ഞങ്ങളെ ശരീരത്തെ ഉണ്ടാക്കി. ഈ ശരീരം പോലും റാപ്ചറിൽ ദ്രവത്വമായത് അദ്രവത്വം ആകുമെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നൊടി നേരത്തേക്ക് ആ റാപ്ചർ സംഭവിക്കുമ്പോൾ, നീ ഞങ്ങളെ കൊണ്ടുപോകാൻ വരുമ്പോൾ എല്ലാവരും എടുക്കപ്പെടുവാനായി, എല്ലാവരിലേക്കും ഈ സുവിശേഷം എല്ലാവരിലേക്കും, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ വരുവാൻ താമസിക്കുന്നതല്ല, ഇനിയും അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുണ്ട്. എല്ലാവരിലേക്കും ഈ രക്ഷ മീഡിയയിലൂടെ ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം അതിന് ഒരുക്കുന്നതിനായി സ്തോത്രം. അതിനായി ഞങ്ങൾക്ക് ആത്മശക്തിയെ തരുന്നതിനായി സ്തോത്രം. ജഡത്തെ ജയിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, ക്രൂശിനെ ചുമക്കുവാൻ ഞങ്ങളുടെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നമ്മുടെ ഫോൺ നമ്പർ 00971557079031. നിങ്ങൾക്ക് മറ്റെങ്ങും സ്നാനപ്പെടാൻ അവസരമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ സ്നാനത്തുള്ള കാര്യങ്ങൾ നമ്മൾ അവസരം ഒരുക്കി തരുന്നതായിരിക്കും. ഹല്ലേലൂയ. സോ നെവർ ഗീവ് അപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവർ നിങ്ങൾ കർത്താവിനോട് ആഗ്രഹിക്കുക, ദൈവസന്നിധി ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരുവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.